അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരുവാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു സവിശേഷമായ പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. സത്യവിശ്വാസികൾക്കും ദൈവഭയമുള്ളവർക്കും മാതൃകയായി മുന്നിൽ നടക്കുവാനുള്ള അർഹത നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ സാരം. സത്യവിശ്വാസികൾക്ക് മുന്നിൽ നിൽക്കുക എന്ന, അവർക്ക് മാതൃകയായി ജീവിക്കാൻ കഴിയുക എന്ന ഒരു ഉത്കൃഷ്ടമായ കുടുംബ പശ്ചാത്തലത്തെയാണ് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് മുമ്പിൽ വിഭാവന ചെയ്യുന്നത്. അതൊരു പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രാർത്ഥനകൾ സാർത്ഥകമാകാൻ ഓരോ വ്യക്തിയും തങ്ങളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസരിച്ചും ക്രമപ്പെടുത്തേണ്ടതുണ്ട്. സന്താന പരിപാലനത്തിൻ്റെ മേഖലയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങൾ, ആ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിലും അവർ സ്വഭാവ രൂപീകരണം നടത്തുമ്പോൾ അതിലെ പാളിച്ചകൾക്കുമൊക്കെ കാരണമായി തീരാറുണ്ട്. ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ നിർബന്ധിതമായി ഒന്നും അടിച്ചേൽപ്പിക്കാത്ത സ്വാതന്ത്ര്യത്തോടുകൂടി അവർ അവരുടെ ബുദ്ധിവികാസത്തിലൂടെ സ്വയം പരിശീലിക്കേണ്ട മേഖലയായിട്ടാണ് ആധുനിക മനഃശാസ്ത്രം പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്താന പരിപാലനത്തിൻ്റെ മേഖലകളെ സംബന്ധിച്ച് നിർദ്ദേശിച്ച വിഷയങ്ങളെ ആറ്റിക്കുറുക്കിയിട്ട് 4 ഘട്ടങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാം ഘട്ടം ആദ്യത്തെ 7 വയസ്സ് കാലഘട്ടമാണ്. ലാഇബ് വലദക സബഅൻ, ആദ്യത്തെ 7 വർഷക്കാലഘട്ടം നീ നിന്റെ സന്താനങ്ങളുമായി കളിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആറ്റിക്കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തകന്മാർ സന്താന പരിപാലനവും ശിക്ഷണ സമ്പ്രദായത്തെ സംബന്ധിച്ച് നൽകിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമാകുന്നു ഇതെല്ലാം. അപ്പോൾ ആദ്യത്തെ 7 വയസ്സ് കാലഘട്ടം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളിച്ചു വളരേണ്ട കാലഘട്ടമാണ്. സ്വതന്ത്രമായി അവനെ കളിക്കാൻ വിടുമ്പോൾ നമ്മുടെ പഴയ കാലം പോലെ വീട്ടുമുറ്റത്ത് കുട്ടികൾ കൂട്ടം കൂടി നിന്ന് കളിക്കുകയും അവരിലെ എഞ്ചിനീയറിങ്ങും അവരുടെ വ്യവസായിയും അവരിലെ മറ്റിതര മേഖലകളിലെ കഴിവും പാഠവുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയും ആ മേഖലയുടെ അവരുടെ ചുവടുവയ്പ് ആരംഭിക്കുകയും ചെയ്യാറുണ്ട്. വീട്ടിൻ്റെ പരിസരത്ത് കുഞ്ഞു വീട് വെച്ച് കളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലം അങ്ങനെയായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് മുറ്റത്ത് കളിക്കുവാൻ മുറ്റമില്ല. എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് മണ്ണിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ പണ്ടുകാലത്ത് മണ്ണിൽ കളിക്കുകയും അങ്ങനെ മണ്ണിൽ കളിക്കുന്നതിലൂടെ അവരുടെ മാനസിക വളർച്ച ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച കാര്യങ്ങൾ കുട്ടികളിൽ പ്രാവർത്തികമായി മുന്നോട്ട് പോകാറുണ്ടായിരുന്നു.
അതോടൊപ്പം അവരുടെ മനസ്സും ബുദ്ധിയും വളരുകയാണ്. അവരുടെ നൈസർഗിക കലകൾ, വാസനകൾ വളരുകയാണ്. അങ്ങനെ നല്ലൊരു ബുദ്ധിവികാസത്തിൻ്റെ മേഖല രൂപപ്പെടുത്തുവാൻ സ്വയം അവർക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നിരുന്നു. ഇന്ന് അവരുടെ കഴിവുകളെ നാം അകത്തും പുറത്തും അടച്ചിട്ടിരിക്കുകയാണ്. പുറത്ത് അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കുവാനുള്ള അവസരം നമ്മൾ നൽകുന്നില്ല. വീട്ടിനകത്ത് വില കൂടിയ പെയിന്റുകൾ ചുമരിലടിച്ചതിൻ്റെ കാരണത്താൽ ചുമരിലൊരു ചിത്രം വരയ്ക്കുവാൻ പോലുള്ള അവസരം പോലും നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവരുടെ കഴിവുകൾ അവർക്ക് മാന്യമായി വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ആദ്യത്തെ 7 വർഷക്കാലം അവരെ കളിക്കാൻ വിടുക എന്ന് നാം മനസ്സിലാക്കുമ്പോഴും 3.5 വയസ്സ് മുതൽ കുട്ടികളെ വലിയ പഠനഭാരം ചുമത്തി അതിലൂടെ അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അവർ അറിയാതെ അവരിൽ ഒരു പ്രതികാര ബുദ്ധി വളർന്നു വരികയും അതിലൂടെ അവരിൽ മനുഷ്യത്വം മെല്ലെ മെല്ലെ കുറഞ്ഞു പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എമ്പാടും കിട്ടിയ ആളുകൾ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കാതെ മാറി നിൽക്കുകയും സമൂഹ വഞ്ചകരായി തീരുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. 7 വയസ്സിൽ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുകയും അതിനുശേഷം അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു എന്നതിനപ്പുറം കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ അവരുടെ സ്വതന്ത്ര വ്യവഹാരങ്ങൾക്കും സ്വതന്ത്രമായ ഇടപെടലുകൾക്കും അവരുടെ ജീവിതത്തിൽ കാര്യമായ സാരമായ മാറ്റത്തിന് സാധ്യതയുണ്ട് നമ്മൾ തിരിച്ചറിയുക. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും ഒരു നല്ല വ്യക്തിയെ ആ കുട്ടിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇനി 7 വയസ്സ് കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ചുവല്ലോ, 7 വയസ്സായാൽ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കുക. അതുവരെ ഒരാളെയും നിർബന്ധിച്ച് ഒന്നും ശീലിപ്പിക്കേണ്ടതില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കുട്ടി സ്വന്തമായി പഠിക്കുകയും സ്വന്തമായി ശീലിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ. ഒരു പാട്ട് പാടുമ്പോൾ നമ്മളൊരു പാട്ട് പാടുന്നു, കുട്ടി അത് ഏറ്റുപാടുമ്പോൾ തെറ്റിയാൽ പോലും തിരുത്താൻ പാടില്ല എന്നാണ് ശിശു മനഃശാസ്ത്രം 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത്. ശിശു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുകയും അതിൻ്റെ ഒക്കെ ഒരു സംഗ്രഹം നടത്തുകയും ചെയ്ത ഒരു വലിയ മനഃശാസ്ത്രജ്ഞനാണ് തോമസ് ഗോർഡൻ. അദ്ദേഹം പറഞ്ഞു, 7 വയസ്സാകുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് നിർദ്ദേശം ഉൾക്കൊള്ളുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് നല്ല പഠനം അതിനുശേഷം മതി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. 7 വയസ്സിന് ശേഷം അതിനു മുമ്പ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും വെറും 3 മാസം കൊണ്ട് പഠിപ്പിക്കാനുള്ളതേയുള്ളൂ. 3.5 വയസ്സിൽ നമ്മൾ LKG UKGയിലൊക്കെ ചേർത്ത് ഇന്നത്തെ സിസ്റ്റം സംവിധാനം അങ്ങനെയായിപ്പോയി. ചേർത്തിട്ട് 3.5 വർഷക്കാലം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ 3-4 മാസങ്ങൾ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാവുന്ന വിഷയങ്ങളാകുന്നു. രണ്ടാം ഘട്ടം 7 മുതൽ 14 വയസ്സ് വരെയുള്ള അടുത്ത ഘട്ടമാണ്. അവിടെ അദ്ദിബ് വലതക്ക സബഅൻ, അടുത്ത 7 വർഷക്കാലം നിങ്ങൾ കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കുക. കുട്ടികൾ ഉണ്ടാകുന്ന ചില അപജയങ്ങൾ, കുട്ടികൾ ഉണ്ടാകുന്ന ചില കുരുത്തക്കേടുകളൊക്കെ നമ്മൾ കുട്ടികളെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. കാരണം 7 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് ആർജിക്കുന്നു. അപ്പോൾ അവരെ ഓരോ വിഷയങ്ങളും പഠിപ്പിക്കുക. കളവ് പറയാവുന്നത് കുറ്റകരമാണ്, കളവ് പറയുന്നതിൻ്റെ ദൂഷ്യങ്ങൾ പഠിപ്പിക്കുക. കളവ് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന കാപട്യത്തെ സംബന്ധിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മോഷണം തെറ്റാണ് എന്ന കാര്യം പഠിപ്പിക്കുക. മറ്റുള്ളവരോട് നന്മ ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും നല്ല വശങ്ങളും അത് അവരിലൂടെ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ ദാനം കൊടുക്കുമ്പോൾ കുട്ടികളിൽ ദാനശീലം വളർത്തുക. നമ്മൾ നല്ലത് സംസാരിക്കുക. നമ്മുടെ സംസാരത്തെയാണ് അവർ അനുകരിക്കുന്നത്. നമ്മൾ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നവരാണ് എങ്കിൽ കുട്ടികളും നമ്മളോട് അത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നവരാകും. നമ്മൾ സൗമ്യമായി സംസാരിക്കുന്ന അവസ്ഥ കുടുംബത്തിൽ എപ്പോഴും നിലനിർത്തുകയാണെങ്കിൽ കുട്ടികളും സൗമ്യമായി സംസാരിക്കുന്നവരാകും. നമ്മുടെ ശീലങ്ങൾ അവർ കണ്ടുപഠിക്കുകയാണ്. പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ കണ്ടു മനസ്സിലാക്കുകയും രക്ഷിതാക്കൾ, മാതാവും പിതാവും അവരുടെ റോൾ മോഡലുകൾ, ഉത്തമ ഉദാഹരണങ്ങളായി തീരുകയും ചെയ്യുകയാണ്. മാതാപിതാക്കളെയാണ് കുട്ടികൾ കൃത്യമായി അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ രണ്ടാം ഘട്ടമെന്ന 7 മുതൽ 14 വയസ്സിലുള്ള കാലഘട്ടം അവരെ സംസ്കാരം പഠിപ്പിക്കുക, നന്മകൾ പഠിപ്പിക്കുക, നല്ല നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ 3-ാം ഘട്ടമാണ്. 3-ാം ഘട്ടം 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ സാഹിബ് വലതക്ക സബഅൻ, നിന്റെ സന്താനത്തെ നീ നിന്നോടൊപ്പം കൂട്ടിയിട്ട് നിന്നെപ്പോലെ ഒരു ഉത്തമ വ്യക്തിയാണ് എന്ന ബോധം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ചർച്ചകളിലും,
കുടുംബത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളിലും അവരെ പങ്കെടുപ്പിക്കണം. അവരുടെ അഭിപ്രായങ്ങൾ ആരായണം, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. തെറ്റായ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ആ അഭിപ്രായത്തെ മാന്യമായി പരിഗണിക്കുകയും പിന്നീട് അതിൻ്റെ ദൂഷ്യങ്ങൾ, അതിൻ്റെ പോരായ്മകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നീ പറഞ്ഞ അഭിപ്രായം നല്ലതായി തോന്നുന്നു, നമുക്ക് ആദ്യം അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അവനെ വിലമതിക്കുന്നു എന്ന് അവന് തന്നെ ബോധ്യപ്പെടുകയും അവൻ ഞാനൊരു ഉത്കൃഷ്ടനായി മാറി, അല്ലെങ്കിൽ ഞാനൊരു നല്ല വ്യക്തിയായി തീർന്നു, എൻ്റെ അഭിപ്രായങ്ങൾക്ക് പരിഗണനയുണ്ട് എന്ന അവസ്ഥയിൽ അവൻ വളരുകയും അവൻ ഒരു ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ 14 വയസ്സ് കഴിഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും, ഇത് ആൺകുട്ടിക്ക് മാത്രം ബാധകമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല, ആണിനെയും പെണ്ണിനെയും അവരുടെ വ്യക്തിത്വ വികാസത്തിന്റെ ഭാഗമായിട്ട് അവരെ ഉത്കൃഷ്ടമായി കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ അവരിൽ വളർത്തിയെടുക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതുപോലെ അധ്യാപകർക്കും സാധിക്കണം. കുട്ടികളെ അവമതിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് അവരെ ശ്രദ്ധിക്കുകയും അവരോട് ബഹുമാനപുരസ്സരം സംസാരിക്കുകയും അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുകയും എല്ലാവർക്കും അഭിമാനമുണ്ട് എന്ന ഒരു ധാരണ നമ്മൾ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് സ്വയം അഭിമാനിക്കാനുള്ള അവസരമുണ്ടാകുന്നു, അവർ നല്ല വ്യക്തികളായി തീർന്നു എന്ന കാഴ്ചപ്പാടുണ്ടാകുന്നു. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുവാനും അവർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കുട്ടികളെ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് നല്ല വ്യക്തികളെ വാർത്തെടുക്കുവാൻ വേണ്ടി നാം ഈ 3 ഘട്ടങ്ങൾ അതിൻ്റെതായ കൃത്യമായ രൂപത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പിഴവുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ന്യൂനതകളും പരിഹരിച്ച് നല്ല കുടുംബ പശ്ചാത്തലങ്ങൾ ഉണ്ടാകുവാൻ നമുക്ക് അള്ളാഹു സദാ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.